നമസ്കാരം. ഹലോ രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. 2 ആഴ്ച സീസ്ഫയർ ഇറാനും അമേരിക്കയും സംയുക്തമായിട്ട് അംഗീകരിച്ചു. ഹോർമുസ് ധാരണകളോടെ തുറക്കാനായിട്ടുള്ളൊരു ധാരണയായി. ഇത് പ്രകാരം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഗംഭീര റാലിയിലാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 900 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ്. ക്രൂഡ് പ്രൈസ് കൊളാപ്സായി. കൂടാതെ തന്നെ ബിറ്റ് കോയിൻ സ്പൈക്ക് ചെയ്തു. അങ്ങനെ വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർക്കും അല്ലെങ്കിൽ വിദേശത്തൊക്കെ താമസിക്കുന്ന ഈ ജനങ്ങൾക്കും ഉള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർക്ക് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, മാർക്കറ്റ് ഇടിയുമെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ടാവും. അവരെ സംബന്ധിച്ച് ഇന്ന് ഒരു കണ്ണീരാണ്. നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്തു, $95 സ്പൈക്ക് ചെയ്തു. സിൽവർ സ്പൈക്ക് ചെയ്തു, 76ആയി. ബിറ്റ് കോയിൻ സ്പൈക്ക് ചെയ്തു. ബ്രന്റ് ഓയിൽ കൊളാപ്സ് ചെയ്തു 10%, 94ആയി. നാച്ചുറൽ ഗ്യാസ് ഫോളോ ചെയ്തു 2.5%. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി, ഡോ ഫ്യൂച്ചർ, നാസ്ഡാക്ക് ഫ്യൂച്ചർ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ അതിഗംഭീര റാലിയില്ല. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ളൊരു സീസ്ഫയർ പ്രഖ്യാപിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിഫ്റ്റി ഒരു 900+ ഗ്യാപ്പ് അപ്പാണ്. അത് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല, കാരണം ഓവർ സോൾഡ് മാർക്കറ്റാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ സ്റ്റിൽ പറയും പോലെ തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ഡെറിവേറ്റീവിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ട്രേഡ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ഇന്നലെ ഞാൻ ഒന്നും ട്രേഡൊന്നും എടുത്തില്ല. അത് സ്വാഭാവികമായി നമ്മളുടെ ഒരു ചിന്തയിലൊക്കെ മാർക്കറ്റ് ഇടിയാണല്ലോ, എന്നാൽ പിന്നെ കുറച്ച് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാമെന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുമോ. അപ്പോൾ അങ്ങനെയുള്ള ചിന്ത മാറ്റി നിർത്താനായിട്ടാണ് ട്രേഡ് എന്നെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത് ഇന്നലെ. അപ്പോൾ ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ഇന്ന് സ്റ്റോക്കുകളുടെ വാർത്തകളിൽ എല്ലാ സ്റ്റോക്കും ഗ്യാപ്പ് ആയിരിക്കും. അതുകൊണ്ട് സ്പെസിഫിക് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് ഇന്നും പ്രസക്തി ഇല്ല ആക്ച്വലി, കാരണം എല്ലാ സ്റ്റോക്കും ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്യുക. എങ്കിലും അത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോസിസ് ഒരു AI കമ്പനിയായിട്ട് ഒരു പുതിയ ഒരു കൊളാബ് സൈൻ ചെയ്തു. ഗെയിൽ ആൽഫ ഗ്യാസായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. മുത്തൂറ്റിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ 13-നാണ്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇവരുടെ പുതിയ പ്രൊജക്റ്റിൽ പ്രീ സെയിൽസ് തന്നെ 1600 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. ഗുരുഗ്രാമിലുള്ള പ്രൊജക്റ്റിൽ. ക്ലീൻ മാക്സ് ഇൻവെറോ കമ്പനി ഇവർക്ക് 185 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വിൻഡ് സോളാർ ഹൈബ്രിഡ് പ്രൊജക്റ്റ് കമ്പനി അത് ലഭിച്ചു. അരവിന്ദ് സ്മാർട്ട് സ്പേസ് കമ്പനി ഇവരെ സംബന്ധിച്ച് 2400 കോടി രൂപ പൊട്ടൻഷ്യലുള്ള ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് സൈൻ ചെയ്തു. പ്രൊസ്മാൻ ഇൻഫോ സിസ്റ്റം പുതിയൊരു ഓർഡർ ലഭിച്ചു. സ്വാൻ ഡിഫൻസ് കമ്പനി ഇവരെ സംബന്ധിച്ച് ഒരു 30 ബില്യൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. ഓറബിൻ്റെ ഫാർമ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. LIC ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 13-നാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ആഷ്യന ഹൗസിംഗ് റെക്കോർഡ് സെയിലാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനി നേടിയത്. ഇന്ത്യൻ ഹോട്ടൽ 250 ഹോട്ടൽ റൂമിൻ്റെ ഒരു പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയേണ്ടയോ നോക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ്. സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതായത് ഹയർ ലെവലിൽ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഈവൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒരു ഹയർ ലെവൽ തന്നെ ഇന്നത്തെ ലോ ആയിരിക്കണം. അല്ലാതെ ഹയർ ലെവൽ ഓപ്പൺ ചെയ്ത ശേഷം നേരെ ക്യാൻഡിൽ താഴേക്ക് വരാതിരിക്കുമ്പോഴാണ് മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ട് 23,000 എന്നുള്ള റേഞ്ച് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം. എനിവേ നമുക്ക് വൈകിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം. താങ്ക് യു.